തങ്കളാൻ എന്ന ഏറ്റവും പുതിയ സിനിമ തിയേറ്ററുകളിലേക്ക് എത്താൻ പോവുകയാണ്. ചിയാൻ വിക്രം പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. രഞ്ജിത്ത് സംവിധാനം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ എക്സ്പെക്റ്റേഷൻസ് ടോപ്പ് ലെവലിലാണ്. ഇനി അതിൻ്റെ കൂടെ എക്സ്പെക്റ്റേഷൻ കിട്ടുന്ന വേറെയും കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളും ഈ സിനിമയുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയണമെന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. സോ തങ്കളാൻ എന്ന സിനിമ കാണാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ഒന്നാമത്തെ കാര്യം ഇതിലെ പാട്ടുകളാണ്. ഇതിലെ 3 ട്രാക്ക് അവർ യൂട്യൂബിൽ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് റിലീസ് ചെയ്തിട്ടുണ്ട്. ആറുവട എന്ന് പറയുന്ന ഒരു ട്രാക്കാണ് കൃഷിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട്. പിന്നെ വാർ സോങ് എന്ന് പറയുന്ന ഒരു സാധനം, അത് ഒരു രക്ഷയില്ലാത്തൊരു പാട്ടാണ്. അതുപോലെ മിനിക്കി മിനിക്കി എന്ന് പറഞ്ഞിട്ടൊരു ട്രാക്ക് ഉണ്ട്. അത് ഭയങ്കര വൈബാണ് അത് കേട്ടിരിക്കാൻ വേണ്ടിയിട്ട്. അത് എവിടെയോ കേട്ട് മറന്നിട്ടുള്ള അല്ലെങ്കിൽ എവിടെയോ നമുക്ക് മിസ് ചെയ്യുന്ന എന്തൊക്കെയോ സാധനങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. അതായത് ഞാൻ എൻ്റെ ജീവിതത്തിൽ മിസ് ചെയ്യുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, എൻ്റെ കുട്ടിക്കാലമൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട്. അങ്ങനെയൊക്കെയുള്ള എന്തോ ഒന്ന് ഈ ട്രാക്കിലുണ്ട് എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്ന പോലെ അങ്ങനത്തെ ഒരു ക്ലോസ്നെസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിലെ പാട്ടുകൾ അത് ഹെഡ്ഫോൺ വെച്ച് ഞാൻ ചുമ്മാ 3-4 പ്രാവശ്യം വെച്ച് കുത്തിയിരുന്ന് കേട്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടുകളാണ്. പ്ലസ് ഈ വാർ സോങ് എന്ന് പറയുന്ന അതിലെ ലാനേ തങ്കലാനേ ആ സാധനമൊക്കെ ഒരു രക്ഷയില്ല. ഗംഭീര മ്യൂസിക് വർക്കാണുള്ളത്. GV പ്രകാശ് എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടർ. അങ്ങേര് സിനിമയിൽ അഭിനയിച്ച് ആ സിനിമയിൽ പലതും തലക്ക് കൈവച്ച് സങ്കടപ്പെട്ടിരുന്നിട്ടുണ്ടെങ്കിലും പാട്ടുണ്ടാക്കുന്ന കാര്യത്തിൽ അയാൾ വേറെ റേഞ്ചാണ്. ഈ മ്യൂസിക് ഡയറക്ഷൻ ആണെങ്കിലും ഇനി ട്രെയിലറിൽ നമ്മൾ കേൾക്കുന്ന ബിറ്റുകളാണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ അങ്ങേര് തുനിഞ്ഞിറങ്ങിയാൽ വേറെ റേഞ്ച് സാധനമായിരിക്കും. അത് ഈ സിനിമയിൽ എൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഇതിൽ ഒരു കൾച്ചറിലൂടെയാണ് പോകുന്നത്. അതായത് പ്രത്യേകിച്ച് രേഖകളൊന്നും ഇല്ലാതെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ചരിത്രപരമായ ഈ സംഗീതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരുന്നു എന്നൊക്കെ പറയുന്ന രേഖപ്പെടുത്തലുകൾ വളരെ കുറവുള്ള ഒരു കാലഘട്ടത്തിലേക്കുള്ളൊരു യാത്രയാണ്. വേറെ വളരെ കുറവ് രേഖപ്പെടുത്തലുകൾ മാത്രം ഉണ്ടായിട്ടുള്ള ഒരു കൂട്ടം മനുഷ്യരുടെ ജീവിതത്തിലേക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ ഒരു വിഭാഗം മനുഷ്യരുടെ ജീവിതത്തിലേക്കാണ് ഈ സിനിമ യാത്ര ചെയ്യുന്നത്. അപ്പോൾ അവിടെ ചെന്ന് ഈ മ്യൂസിക്കിനെ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അതൊരു വൺ ടാസ്ക് തന്നെയാണ്. ആ കൾച്ചറിൻ്റെ അതിൻ്റെ ഒരു ഒറിജിനാലിറ്റി ഉണ്ടല്ലോ, ആ സാധനം എന്താണെന്നുള്ളത് അത് മിസ് ചെയ്യാതെ ചെയ്യാന്ന് പറയുന്ന ഒരു കാര്യം അത് GV പ്രകാശ് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആ പ്രതീക്ഷയോടുകൂടി തന്നെ മ്യൂസിക് ഒരു വലിയ പോസിറ്റീവ് ഘടകമായിത്തീരും എന്ന് ഞാൻ വിചാരിക്കുന്നു. രണ്ടാമത്തെ ഘടകം പെർഫോമൻസുകളാണ്. ചിയാൻ വിക്രം നമ്പർ 1. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സിനിമ ചെയ്യാൻ വേണ്ടി ആ മനുഷ്യൻ്റെ അടുത്ത് പോകരുത്. എന്തെങ്കിലും എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ചെയ്യണം എന്ന് തോന്നുമ്പോൾ ആ മനുഷ്യൻ്റെ അടുത്ത് പോകും. അങ്ങനെയുള്ള സിനിമകൾ മാത്രം അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്താൻ പാടുള്ളൂ എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. ഹിറ്റോ ഫ്ലോപ്പോ ആയിക്കോട്ടെ, അതിനകത്ത് പുള്ളി കൊണ്ടുവരുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് നമുക്കൊരു റേഞ്ച് ഇത് ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇവിടം വരെയാണ് ഇത്ര ഉണ്ടാവും എന്ന് പറയുന്ന ഒരു റേഞ്ച് വെക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. പ്രത്യേകിച്ച് ഈ സിനിമയിലെ വിഷ്വൽസ്, ഇതിൽ പുള്ളി നിൽക്കുന്ന നിപ്പൊക്കെ ഉണ്ട്, ഈ വയറൊക്കെ ഇങ്ങനെ ചാടിയിട്ട്, എന്നാൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു മനുഷ്യൻ. അതായത് അയാളുടെ അടുത്ത് മുട്ടാൻ നിങ്ങളൊന്ന് പേടിക്കണം. അയാൾ ഏതറ്റം വരെയും പോകും എന്ന് പറയുന്ന പോലത്തെ ഒരു സാധനമുണ്ട്. പ്ലസ് അതിൻ്റെ കൂടെ അയാളൊരു സാധാരണ മനുഷ്യനാണ്. അയാൾ മറ്റേ 6 പാക്ക് ബോഡിയൊക്കെ ആയിട്ട് ജിമ്മിലൊക്കെ പോയി നടക്കുന്ന അങ്ങനത്തെ ഒരു ഐറ്റം ഒന്നും അല്ല. പക്ഷേ അയാൾ ഡേഞ്ചറാണ് എന്ന് പറയുന്ന ആ സാധനം ലുക്കിൽ അയാൾ കൊണ്ടുവന്നിട്ടുണ്ട്. പ്ലസ് പെർഫോമൻസുകൾ നമ്മൾ ഈ പറയുന്ന പാട്ടുകളിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പുള്ളിയുടെ ബോഡി മൂവ്മെൻറ്റ്സിലൊക്കെ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. അതായത് നമ്മളൊരു ടിപ്പിക്കൽ അഭിനേതാവിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കുറേ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അയാൾ ഈ കാലഘട്ടത്തിൽ ഒരു വേഷമൊക്കെ മാറി വന്ന് അഭിനയിച്ച് ഈ സീൻ ഇങ്ങനെ ചെയ്തു പോകുന്നു എന്നുള്ളതല്ല. ഇതുവരെ ചിയാൻ വിക്രം ചെയ്തിട്ടില്ലാത്ത എന്തൊക്കെയോ അദ്ദേഹം ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളൊരു ഫീല് എനിക്ക് ഇതിൻ്റെ ട്രെയിലർ കട്ടും ഇതിലെ സോങ്സിൻ്റെ ബിറ്റ്സിലൂടെയൊക്കെ പോയപ്പോൾ അതിൽ കാണിക്കുന്ന കുഞ്ഞു വിഷ്വൽസിലൊക്കെ ഫീൽ ചെയ്തു. രണ്ടാമത്തത് പാർവതിയാണ്. പാർവതി എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് മലയാളത്തിൽ പാർവതിക്ക് ഫാൻ ബേസ് ഉള്ളതിനേക്കാൾ കൂടുതലുള്ളത് ഹേറ്റേഴ്സ് ബേസ് ആണ്. പാർവതി എന്ത് ചെയ്ത് കഴിഞ്ഞാലും അതിനൊരു തിരിച്ചടി അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ ഈ സിനിമ കഴിയുമ്പോൾ തമിഴ്നാട്ടിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും പാർവതിയെ ഒരുപാട് സെലിബ്രേറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നാണ്. ഒരുപാട് ഇമോഷണൽ വേലിയേറ്റ ഇറക്കങ്ങളൊക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ്. അതിൻ്റെ കൂടെ തന്നെ അവർ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അതായത് തങ്കളാനോട് ഒരു പക്ഷേ കട്ടക്ക് ഇടിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ. ആൻഡ് പെർഫോമൻസിലേക്ക് വരുമ്പോൾ നമുക്ക് പലതരം കാര്യങ്ങൾ, പാർവതിയുടെ സ്റ്റേറ്റ്മെൻറ്റുകളെ കുറിച്ചൊക്കെ വിയോജിപ്പുകൾ പറയുന്ന ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ പെർഫോമൻസിലേക്ക് വരുമ്പം ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ തലയും കുത്തി കിടന്നാലും പറ്റില്ല. അതിൻ്റെ ഒരു പ്രൂഫായിട്ടൊക്കെ വരാൻ ചാൻസ് ഉള്ള ഒരു ക്യാരക്ടറായിരിക്കും പാർവതിയുടെ എന്ന് ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഫീൽ ചെയ്തു. ആൻഡ് മാളവിക എന്നെ സംബന്ധിച്ച് ഒരു പ്രോമിസിങ് ആക്ട്രസ് എന്നൊക്കെ പറയുന്നത് പോലെ ഫീൽ ചെയ്തിട്ടില്ല അവരുടെ ഇതിനു മുമ്പുള്ള പെർഫോമൻസുകളിലൊന്നും. പ്രത്യേകിച്ച് ക്രിസ്റ്റിയൊക്കെ വരുമ്പോഴാണെങ്കിലും മലയാളത്തിൽ നമുക്ക് പറയാവുന്നൊരു ഡിഫറെൻറ്റ് ക്യാരക്ടർ അവർ ചെയ്തിരിക്കുന്നത് അതാണ്. പക്ഷേ അവിടെ ഒന്നും എനിക്ക് അങ്ങനെ ഒരു വൻ പെർഫോമൻസിൻ്റെ സാധ്യതകളെ എക്സ്പ്ലോർ ചെയ്യുന്നത് പോലെ ഫീൽ ചെയ്തിട്ടേ ഇല്ല. ഈ സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് മാളവിക ചെയ്തിട്ടുള്ള ക്യാരക്ടറാണ്. ഈ സിനിമയുടെ ഡയറക്ടർ
വെറുതെ ആ വേഷം മാളവികയ്ക്ക് കൊണ്ട് കൊടുക്കില്ലല്ലോ. അപ്പോൾ മാളവികയെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് എങ്ങനെ ആ അഭിനേത്രി ഉപയോഗപ്പെടുത്താം എന്ന് അദ്ദേഹം ചെക്ക് ചെയ്തിട്ടുണ്ടാവും. ഇതിനകത്ത് ഒരു ഒരു മനുഷ്യ സ്ത്രീ എന്നുള്ളതിനപ്പുറത്തേക്ക് അവരൊരു മന്ത്രവാദിനി കൈൻഡ് ഓഫ് ക്യാരക്ടറാണ് ആരതി എന്ന് പറയുന്ന ക്യാരക്ടർ. അപ്പോൾ അതിനെ മാക്സിമം മാളവിക ഉപയോഗിച്ചുകൊണ്ട് മോൾഡ് ചെയ്തെടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യം പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ട്രെയിലർ കട്ടിൽ ഗംഭീരമായിട്ടെന്ന് പറഞ്ഞാൽ ഫൈറ്റ് സീക്വൻസിലാണ് അവരെ നമ്മൾ നമിച്ചു പോവുക. കാരണം ട്രെയിലറിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കാണാം വിക്രം ഇങ്ങനെ ചാടി ഇടിക്കുകയോ കുത്തോ അങ്ങനെ എന്തോ ചെയ്യുകയാണ്. അപ്പോൾ ഇവരിങ്ങനെ പ്ലെയിനായിട്ട് വീഴാണ് മണ്ണിലേക്ക്. ആ ഷോട്ട് ട്രെയിലറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാവും നമുക്ക് ഊഹിക്കാൻ പറ്റുമല്ലോ. അപ്പം അത്രയും ഫിസിക്കലി ഡിമാൻഡിങ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ഇതുവരെ അവർക്ക് കിട്ടിയിട്ടുള്ള ക്യാരക്ടേഴ്സിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത്രയും ചലഞ്ചിങ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ അവരവരുടെ ഫുള്ള് കൊടുത്തിട്ടുണ്ടാവും. ആൻഡ് പാരഞ്ജിത്ത് എന്ന് പറയുന്ന സംവിധായകൻ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കാനാണ് എനിക്കിഷ്ടം. പിന്നെ പശുപതി ഉണ്ട്, വേറെയും ഒരുപാട് ആർട്ടിസ്റ്റുകൾ ആ സിനിമയിലുണ്ട്. പല സിനിമകളിലായി കണ്ടിട്ടുള്ള പാരഞ്ജിത്തിൻ്റെ തന്നെ പല സിനിമകളിലും കണ്ടിട്ടുള്ള അഭിനേതാക്കൾ അങ്ങനെയുള്ള മുഖങ്ങളൊക്കെ കണ്ടു. എല്ലാവരും ഗംഭീരമായിട്ട് അവരുടെ ക്യാരക്ടേഴ്സിനെ കൈകാര്യം ചെയ്തിട്ടുണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മൂന്നാമത്തെ കാര്യം, മാളവികയുടെ കാര്യം പറഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ പറഞ്ഞു തന്നെയാണ് ഇതിലെ ഫൈറ്റ് സീക്വൻസുകൾ. എന്ന് വെച്ചാൽ പുതിയ കാലത്തെ സിനിമകളിലൊക്കെ കാണുന്നത് പോലെയുള്ള സ്ലോ മോഷൻ ഉണ്ടാവും ഓഫ് കോഴ്സ്, പക്ഷേ ആ ഫൈറ്റിംഗ് ടെക്നിക്കുകളൊന്നും ആയിരിക്കില്ലല്ലോ ആ കാലഘട്ടത്തിൽ ഉണ്ടാവുക. അവർ വേട്ടയാടിയിട്ടുണ്ടാവും. അതുപോലെ കുറേ ആളുകൾ കൃഷി ചെയ്ത് ജീവിച്ചിരുന്നവരാണെന്ന് തോന്നുന്നു. നമുക്ക് ആ പാട്ട് സീനിൽ ആറുവട എന്ന് പറയുന്ന ട്രാക്കൊക്കെ എടുത്ത് നോക്കിയാൽ യൂട്യൂബിൽ അതിൻ്റെ വിഷ്വൽസ് കൊടുത്തിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കൃഷി ചെയ്യുന്ന അത്യാവശ്യം ചെറിയ ഇരതേടൽ പരിപാടികൾ അല്ലെങ്കിൽ വേട്ടയാടൽ പരിപാടികളൊക്കെയുള്ള മനുഷ്യരാണ്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ ഒരു അടിയിടി എന്നൊക്കെ പറയുന്നത്, അവരുപയോഗിക്കുന്ന ആയുധങ്ങൾ എന്ന് പറയുന്നത് അതൊക്കെ ഒരു വേറെ ലെവലിൽ നിൽക്കുന്ന അല്ലെങ്കിൽ വേറെ ലെവലിൽ ചെയ്ത് കഴിഞ്ഞാലേ എറിക്കൂ എന്ന് പറയുന്ന പോലത്തെ സാധനങ്ങളാണ്. അതിൻ്റെ കൂടെ മാന്ത്രിക ശക്തിയുള്ള ഒരാളും കൂടിയുണ്ട്. നിങ്ങൾ ട്രെയിലറിൽ ഈ ഒരുപാട് പൊടിയും പുകയൊക്കെയുള്ള ഷോട്ടുകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ചില സാധനങ്ങളൊക്കെ കാണാൻ പറ്റും. അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് വളരെ പ്രോമിസിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. ഫൈറ്റിന് ഒരുപാട് സാധ്യതയുള്ള, ഫൈറ്റ് വളരെ ഗംഭീരമായിട്ടൊരു, പക്ഷേ വലിയൊരു ഭാഗം തന്നെ ഇവർ ഈ ആരതി എന്ന് പറയുന്ന മാളവിക ചെയ്തിട്ടുള്ള ക്യാരക്ടറിനോട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവും. ആ വലിയൊരു സമയം മുഴുവൻ നമുക്ക് വിഷ്വലിൽ നിറഞ്ഞു നിൽക്കാൻ പോകുന്നത് ഈ അടിയിടി പരിപാടികളൊക്കെ ആയിരിക്കും തോന്നുന്നു. മറ്റൊരു കാര്യം VFX ആണ്. ഒന്നും പറയാനില്ല, ആ കരിമ്പുലിയുടെ ഷോട്ട് മാത്രം നിങ്ങളൊന്ന് എടുത്ത് വെച്ചിട്ട് നോക്കിയാൽ മതി. നല്ല വർക്ക് നടന്നിട്ടുണ്ട്. ആ വർക്ക് തിയേറ്ററിൽ നല്ലൊരു ഔട്ട്പുട്ടായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. പ്ലസ് ടോട്ടൽ വിഷ്വലിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു കൾച്ചർ നമ്മുടെ മുന്നിൽ കാണിക്കണം, വളരെ വിശ്വസനീയമായ രീതിയിൽ കാണിക്കണം, നമുക്കത് കണ്ടിരിക്കാൻ പറ്റും, നമ്മളെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ അത് അവതരിപ്പിക്കണം. അതവർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അടുത്ത ഘടകം ഇതിൻ്റെ ഒരു ഫാൻറ്റസി എലമെൻ്റാണ്. അതായത് ഒരു മന്ത്രവാദിനി ഒരു കാര്യം വരുന്നു, വിദേശ ശക്തികൾ ഒരു ഗ്രാമത്തിലുള്ള ഒരു ട്രൈബൽ ഒരു വിഭാഗത്തിലുള്ള ഒരാളെ കൊണ്ട് ഇന്ന സ്ഥലത്തിരിക്കുന്ന സ്വർണം നമുക്ക് എടുത്തു തരണമെന്ന് പറയുന്നു. മിക്കവാറും അവിടെ എന്തെങ്കിലും ഒരു ഓഫർ തങ്കളാന് വിദേശ ശക്തികൾ കൊടുത്തിട്ടുണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും പുള്ളി ഇത്രയും റിസ്ക് ഉള്ളൊരു കാര്യം ഏറ്റെടുക്കുന്നത്. തങ്കളാൻ എന്ന് പറയുന്ന അതിൻ്റെ ടൈറ്റിൽ ഒരു ലീഡർ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ മറ്റുള്ള അവരുടെ കൂട്ടത്തിലുള്ള ആളുകൾക്ക് വേണ്ടി ചിന്തിക്കുന്ന ഒരാൾ എന്നൊക്കെയുള്ള രീതിയിൽ പല അർത്ഥങ്ങൾ, ഇപ്പോൾ സൺ ഓഫ് ഗോൾഡ് എന്നുള്ളതാണ് നമുക്ക് വിക്കിപീഡിയയിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്ന ടൈറ്റിൽ എന്ന് പറയുന്നത്. പക്ഷേ പാരഞ്ജിത്ത് പറയുന്നത് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ഡെഫിനീഷൻസിൽ മറ്റുള്ളവർക്ക് വേണ്ടി ചിന്തിക്കുന്ന, പ്രവർത്തിക്കുന്ന, അവരുടെ ഒരു ലീഡർ എന്നൊക്കെയുള്ള രീതിയിലാണ് ഈ തങ്കളാൻ എന്ന് പറയുന്ന ഒരു വേർഡ് വരുന്നത്. അപ്പോൾ ഈ തങ്കളാൻ അയാളുടെ ആളുകൾക്ക് വേണ്ടിയിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും ഇത്രയും റിസ്ക് ഉള്ളൊരു കാര്യം ഏറ്റെടുക്കുന്നുണ്ടാവുക. അത് വിദേശികൾക്ക് വേണ്ടിയിട്ടായിരിക്കും. അവിടെ അയാൾ കുറേ മാന്ത്രിക ശക്തികളൊക്കെ ആയിട്ടുള്ള പോരാട്ടം, അങ്ങനത്തെ കുറേ ഫാൻറ്റസി എലമെൻറ്റുകളുണ്ട്. അതെങ്ങനെ വർക്കാവും എന്നുള്ളത് അത് തിയേറ്ററിൽ കണ്ടറിയണമെന്ന് എനിക്കുണ്ട്. നന്നായി വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ പാരഞ്ജിത്ത് എന്ന് പറയുന്ന സംവിധായകൻ, ഓഫ് കോഴ്സ് പുള്ളി സംവിധാനം ചെയ്തിട്ടുള്ള എല്ലാ സിനിമകളും തന്നെ ഞാൻ ഒരുപാട് വട്ടം ആവർത്തിച്ചൊക്കെ കണ്ടിട്ടുള്ളതാണ്. ഒരുപക്ഷെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയുന്നത് കാല എന്ന് പറയുന്ന സിനിമയാണ്. ഞാൻ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ കാലയുടെ ഇൻട്രൊഡക്ഷൻ സീക്വൻസ് ഒക്കെ കാണും. പുള്ളി പിള്ളേരോട് ക്രിക്കറ്റ് കളിച്ചിട്ട് അടുത്ത ബോളിൽ ഔട്ടാകുമ്പോൾ കുട്ടികളിയൊക്കെ കളിച്ച് തൊട്ടടുത്ത ഷോട്ടിൽ സ്ലോ മോഷൻ വെച്ച് പുള്ളി ഇങ്ങനെ ജീപ്പിൽ വരുന്നുണ്ട്. അതിങ്ങനെ വന്ന് പുള്ളിയുടെ ഫേസ് കാണുന്ന സമയത്ത് എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു രോമാഞ്ചം ഉണ്ടാകും. അങ്ങനെ ഒരുപാട് സീനുകളുണ്ട്, ഒരുപാട് സീക്വൻസുകളുണ്ട് പുള്ളി ചെയ്തു വെച്ചിട്ടുള്ള സിനിമകളെക്കുറിച്ച് പറയാൻ, പുള്ളി പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സിനിമകളെക്കുറിച്ച് പറയാൻ. അപ്പോൾ അങ്ങനെയുള്ളൊരു ഫിലിം മേക്കർ ചിയാൻ വിക്രമിനെ പോലെ ഒരു ആർട്ടിസ്റ്റിനെയൊക്കെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ, ഇങ്ങനൊരു ബഡ്ജറ്റ് അല്ലെങ്കിൽ ഇങ്ങനൊരു കാലഘട്ടത്തിൻ്റെ കഥ എന്നൊക്കെ പറഞ്ഞാൽ അയാൾ പെരുന്നാളാക്കിയിട്ടുണ്ടാവും എന്ന് പറയുന്ന വലിയൊരു വിശ്വാസം എനിക്ക് ഈ സിനിമയെ സംബന്ധിച്ചുണ്ട്. ആൻഡ് ഇതിൻ്റെ ഓഡിയോ ലോഞ്ചിൽ വിക്രമിൻ്റെ ഒരു സ്പീച്ച് ഞാൻ കണ്ടു നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പുള്ളി പറയുന്നൊരു കാര്യം, അതിൽ ഡാനിയൽ എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിനോട് ഇതിൻ്റെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ നിങ്ങൾ തമിഴ്നാട്ടിൽ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം പുള്ളി കണ്ട് ശീലിച്ചിട്ടുള്ള കൾച്ചറിൽ നിന്നൊക്കെ മാറിയിട്ട് ഇവിടെ എങ്ങനെയാണ് ഒരു സിനിമ അല്ലെങ്കിൽ ഇങ്ങനൊരു സിനിമ ഫസ്റ്റ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഡാനിയലിനോട് സ്റ്റേ ബാക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ചില സൂപ്പർ താരങ്ങളുടെ ചില ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ അനുഭവങ്ങൾ പറയാനാണെങ്കിൽ തുടക്കത്തിൽ വൻ കയ്യടിയും ഭയങ്കര ഫെബ്രുവരി റീലും ഒക്കെ ആയിരിക്കും. ഒരു 15-20 മിനിറ്റൊക്കെ അങ്ങനെ പോകും. പിന്നെ അങ്ങോട്ട് പുള്ളി എന്തെങ്കിലും ഒരു പഞ്ച് ഡയലോഗ് പറയുമ്പോൾ ഹാ എന്ന് പറയുന്ന ഒരു ചെറിയ
ദീർഘനിശ്വാസമൊക്കെ ഉണ്ടാവും. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ ആരാധകരൊക്കെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവും. ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോഴാണ് എന്തെങ്കിലും ഒരു ശബ്ദമൊക്കെ നമ്മൾ കേൾക്കുക. അത് കണ്ടിരിക്കുന്ന ആൾക്കാരല്ല, സിനിമയ്ക്കകത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ കേൾക്കുക എന്ന് പറയുന്ന അവസ്ഥയിൽ വളരെ ദാരുണമായ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോസ് ഉണ്ടായിട്ടുണ്ട്, സൂപ്പർ സ്റ്റാർസിൻ്റെ അടക്കം. പക്ഷേ ഇതിൽ പുള്ളിക്ക് അമ്മാതിരി പ്രതീക്ഷയില്ലാതെ ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റിനോട് നിങ്ങളിത് കണ്ടിട്ട് പോയാൽ മതി എന്ന് പറയില്ലല്ലോ. പിന്നെ ഈ സിനിമയുടെ ഒരു ട്രെയിലർ ഡീകോഡിംഗ് എന്ന് പറയുന്ന പരിപാടി ഞാൻ ആലോചിച്ച് നോക്കി. പക്ഷേ ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ആൻഡ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ വിക്കിപീഡിയയിൽ നോക്കിക്കഴിഞ്ഞാലും വളരെ പ്ലെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, തങ്കളാനും അയാളുടെ കൂട്ടവും അവർ ഒരു ജന്മിയുടെ പാടത്ത് പണിയെടുക്കുന്നുണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ട് അയാളുടെ കാരുണ്യത്തിൽ ജീവിക്കുന്നു എന്ന് പരമ്പരാഗതമായി വിശ്വസിച്ച് വരുന്നൊരവസ്ഥയിലേക്ക് ആയിരിക്കും. പിന്നീട് ഏതെങ്കിലും ഒരു പൊസിഷനിൽ വെച്ചിട്ട് ഇവർ നമ്മുടെ മണ്ണ്, നമ്മുടെ അവകാശം എന്നൊക്കെ ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ടാവും. ആ സമയത്തായിരിക്കും ഇന്ന പ്രദേശത്ത് സ്വർണ്ണമുണ്ട്, ആ സ്വർണം കുഴിച്ചെടുക്കാൻ നമുക്ക് കുറച്ച് ആൾക്കാരുടെ സഹായം വേണം എന്നുള്ള രീതിയിൽ വിദേശീയരായ ആളുകൾ അവിടെ വരുന്നു. അവർക്ക് തങ്കളാൻ്റെ സഹായം. പക്ഷേ തങ്കളാൻ അയാൾ എന്തായാലും ഒരു ഓഫർ കൊടുത്തിട്ടുണ്ടാവും. അവരുടെ ആ ജനങ്ങൾക്ക് വേണ്ടി ഒരു പക്ഷേ ഭൂമി പകുത്ത് നൽകാം എന്നായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിരിക്കാം. കാര്യം സ്വർണം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചൊരു വലിയ ടാർഗറ്റ് അല്ല. കാര്യം ഇന്ന കമ്മ്യൂണിറ്റിയുടെ കയ്യിൽ സ്വത്തുണ്ടെങ്കിൽ അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞിരുന്നൊരു കാലഘട്ടം ഇന്ത്യക്ക് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ട്രൈബലായിട്ടുള്ള ആൾക്കാരുടെയൊക്കെ ആണെങ്കിൽ അത് മറ്റേ രാജാവിന് കാണിക്ക കൊണ്ട് കൊടുക്കുക, ഇപ്പോഴും പഴയ രാജകുടുംബങ്ങളിൽ കൊണ്ടുപോയി കാണിക്ക കൊടുക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവിടെ സമ്മാനം അർപ്പിക്കുക എന്നൊക്കെ പറയുന്ന പരിപാടികൾ തുടരുന്നുണ്ട്. അപ്പം ഇങ്ങനെ സ്വർണം പോലൊരു വലിയ വസ്തുവൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് അവർക്ക് കൊണ്ട് കൊടുക്കുക എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഇവർക്ക് സ്വന്തമായിട്ട് അനുഭവിക്കാനോ വിറ്റ് കാശുണ്ടാക്കാനോ ഒന്നും പറ്റുന്നൊരു കാലഘട്ടം ആയിരുന്നിരിക്കില്ല അത്. അപ്പോൾ ഇവർക്ക് ഓഫർ ചെയ്തിട്ടുള്ളത് മറ്റെന്തെങ്കിലും ആയിരിക്കാം, അവർക്ക് വല്ലാതെ വിലമതിക്കാനാവാത്ത. അത് പാരഞ്ചത്തിൻ്റെ സിനിമകളുടെ ഒരു സ്ട്രക്ചറൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരുപക്ഷെ സാമൂഹിക അവകാശങ്ങളോ അല്ലെങ്കിൽ ഭൂമിയോ ആയിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അങ്ങനെ ഒരു അവകാശത്തിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ അത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ തങ്കളാനും കൂട്ടരും ഈ പറയുന്ന കുറച്ച് ദൂരെയുള്ളൊരു സ്ഥലം തന്നെ ആയിരിക്കാം. നിങ്ങളിതിൻ്റെ ട്രെയിലർ ക്ലിപ്പൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ചിയാൻ വിക്രം ഈ വിദേശികളുടെ വസ്ത്രമൊക്കെ ധരിച്ചുകൊണ്ട് കൂട്ടത്തിലേക്ക് ഇറങ്ങി വരികയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് ഒരു അംഗീകാരം കിട്ടുന്നു എന്ന് പറയുന്ന ഒരു തിരിച്ചറിവ്, നാട്ടിൽ കിട്ടാത്തൊരു ബഹുമാനം ഇവരിൽ നിന്ന് കിട്ടും എന്ന് പറയുന്നൊരു ബോധ്യം, എന്തായാലും ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇവർ ഒരുമിച്ച് പ്രവർത്തിക്കാൻ ഇറങ്ങുന്നു. അവിടെ ചെല്ലുമ്പോൾ അവർക്ക് നേരിടാനുള്ളത് ആരതി എന്ന് പറയുന്ന ഒരു ശൂന്യക്കാരി എന്നോ അങ്ങനെ എന്താണ് പറയുന്നത്, കറക്റ്റ് വേർഡ് എനിക്ക് മനസ്സിലായില്ല, പക്ഷേ അർത്ഥം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അവരുമായിട്ടൊരു ഫൈറ്റ് ഉണ്ടാകുന്നു. പക്ഷേ ആ ഫൈറ്റിൽ ജയിച്ചില്ല എന്ന് പറയുന്ന ഘട്ടത്തിലായിരിക്കാം എന്തുകൊണ്ട് ആരതി ഫൈറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നൊരു കാര്യം തങ്കളാൻ മനസ്സിലാക്കുന്നുണ്ടാവുക. അതിനുശേഷം ഒരു പക്ഷേ അവർ ഒരുമിക്കാൻ തന്നെ സാധ്യതയുണ്ട്. എന്തായാലും ഈ ഫൈറ്റിന് ശേഷം, ആരതി തങ്കളാൻ ഫൈറ്റിന് ശേഷം എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ട്വിസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു. അതറിയാനും പിന്നെ ഈ പറയുന്ന വിഷ്വൽ സംഭവം എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി മ്യൂസിക് അതൊക്കെ ഒരു ഡോൾബി അറ്റ്മോസ് സ്ക്രീനിൽ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും കാത്തിരിക്കുകയാണ്. നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണെന്നുള്ളത് വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.